വെൽക്കം ടു വൺ മോർ സെഷൻ. ഇപ്പോൾ നമ്മൾ സെഷൻ 3യിലേക്ക് കടക്കുകയാണ്. ഇന്റഗ്രേഷന് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിൽ ബേസിക് ഇന്റഗ്രേഷൻ കഴിഞ്ഞു, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു. 30 ചോദ്യങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ചോദ്യങ്ങളിലേക്ക് വീണ്ടും കിടക്കാം. ഇന്നും ആദ്യം കുറച്ചും കൂടെ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് നല്ല ചോദ്യങ്ങളും കൂടെ 3-4 കൂടെ ചെയ്തിട്ട് നമ്മൾ ട്രിഗ്നോമെട്രി വെച്ചുള്ള ഇന്റഗ്രേഷനിലേക്ക് കിടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? 31ാമത്തെ ചോദ്യവുമായിട്ട് തുടങ്ങിയാലോ? ഓക്കെ, 31ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 31. ഏത് ചോദ്യമാണ് നമ്മൾ ചെയ്യുന്ന? ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്: ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. ഇതാണ് നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതിനെ എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇവിടെ ഒരു റൂട്ട്, ടാന്, സൈന്, കോസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പം ഇതിനെ ഒന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഒരു റൂട്ട് ടാൻ ഉണ്ടല്ലേ, ഇവിടെ പക്ഷെ ഇപ്പൊ നമുക്കുള്ളത് ഒരു സൈൻ ആണ്. അപ്പൊ ഒരു ടാനും കൂടെ നമുക്ക് താഴോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാം. താഴെ ഒരു ടാൻ കൊണ്ടുവരണമെങ്കിൽ ഈ സൈൻ എക്സിനെ ഒരു കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? ഒരു കോസ് എക്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്, പക്ഷെ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോസ് എക്സും കൂടെ കൊണ്ടുവരണം അല്ലെ, എന്നിട്ട് ഡി എക്സ് എന്ന് കിട്ടും. ഇങ്ങനെ എഴുതാൻ സാധിക്കുമല്ലോ. ഓക്കെ, ഇപ്പൊ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ മെത്തേഡ്സിലൂടെ കൺവേർട്ട് ചെയ്യുന്നതാണ് ഇന്റഗ്രേഷൻ ഇസ് ഓൾ അബൌട്ട്. സോ കുറച്ച് സമയം എടുക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി തുടങ്ങും. ഓക്കെ, സോ റൂട്ട് നമ്മൾ 350 ചോദ്യം ചെയ്യുന്നുണ്ട്, 1ഉം 2ഉം അല്ല. അവിടെ എല്ലാത്തിലും ഈ കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് അടിച്ച് വരും. അപ്പോഴത്തേക്കും നിങ്ങൾ ഇത് ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ദിസ് ഈസ് ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് ടാൻ എക്സ്. ഈ സൈൻ എക്സ് ബൈ കോസ് എക്സിനെ നമുക്ക് ടാൻ എക്സ് എന്ന് എഴുതാം, ഇൻറ്റു കോസ് എക്സിനെ നമുക്ക് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം, ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഇന്റഗ്രൽ വിൽ ബിക്കം, ഈ ടാൻ എക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 1 ബൈ കോസ് സ്ക്വയർ എക്സിനെ സീക് സ്ക്വയർ എക്സ് എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുമല്ലോ. സോ റൂട്ട് ഓഫ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് ഇൻറ്റു 1 ബൈ കോസ് സ്ക്വയർ എക്സിനെ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനെയും അതിന്റെ ഡെറിവേറ്റീവിനെയും ഇവിടെ ഈസി ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ്? ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സീക് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പുട്ട് ടാൻ എക്സ് ആസ് എ ടി. ഇഫ് ടാൻ എക്സ് ഇസ് ടി, ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡി ടി ആയിട്ട് വരും. സോ ദിസ് ഇസ് റൂട്ട് ഓഫ് ടാൻ എക്സ്, അതായത് റൂട്ട് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആയിട്ട് വരും. സോ ദിസ് ഇസ് ഇന്റഗ്രൽ ഡി ടി ഡിവൈഡഡ് ബൈ റൂട്ട് ടി എന്ന് വരത്തില്ലേ? ടി എന്ന് പറയുന്ന റൂട്ട് ടി ഇൻറ്റു റൂട്ട് ടി ആണ്, റൂട്ട് ടി ക്യാൻസൽ ചെയ്തു അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി റേസ് ടു മൈനസ് 1/2 ഡി ടി എന്ന് എഴുതാം അല്ലെ. 1 ബൈ റൂട്ട് ടി എന്ന് പറയുന്നത് ടി റേസ് ടു 1/2 ആണ്. ടി റേസ് ടു 1/2 ഡിനോമിനേറ്ററിനുള്ളതിനെ മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ടി റേസ് ടു മൈനസ് 1/2 ഡി ടി എന്ന് വരും അല്ലെ. പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി റേസ് ടു മൈനസ് 1/2 പ്ലസ് 1, അതായത് 1/2 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് സി അല്ലെ. സോ ഫൈനൽ ആയിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 1/2ന്റെ 2 അങ്ങ് മുകളിലോട്ട് പോയില്ലേ, 2 ടി റേസ് ടു 1/2. ടി എന്ന് പറയുന്നത് ടാൻ എക്സ് അല്ലെ. 2 ടാൻ എക്സ് റേസ് ടു 1/2 പ്ലസ് സി, അതായത് 2 റൂട്ട് ടാൻ എക്സ് പ്ലസ് സി എന്നുള്ളൊരു ഫൈനൽ ഉത്തരം നമുക്ക് ഇവിടെ കിട്ടുന്നതായിട്ടും. ടാൻ എക്സ് റേസ് ടു 1/2 എന്ന് പറയുന്നത് റൂട്ട് ടാൻ എക്സിന്റെ എഴുതുന്ന വേറൊരു രീതിയല്ലേ അല്ലെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിനി 32ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 32ാമത്തെ ചോദ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങൾ വല്ലതും ഒക്കെ കിട്ടുമോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്: ഇന്റഗ്രൽ ഓഫ് എക്സ് പ്ലസ് 1 ടൈംസ് ഓഫ് എക്സ് പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ്. ഓക്കെ, എക്സ് പ്ലസ് 1 ടൈംസ് ഓഫ് എക്സ് പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ്. ഇതിനെ നമ്മൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിനെ പറ്റി ഒന്ന് അന്വേഷിക്കാം. ഇപ്പൊ ഈ എ ബി ബൈ സി എ ബൈ സി ഇൻറ്റു ബി എന്നും നമുക്ക് എഴുതാമല്ലോ. ഇപ്പൊ ഇവിടെ ഒരു ന്യൂമറേറ്ററിൽ എ ബി ബൈ സി ഒരു ഫോം അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എക്സ് പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എന്നും നമുക്ക് എഴുതുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. ഇതിനെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ 1 പ്ലസ് 1 ബൈ എക്സ് ടൈംസ് ഓഫ് എക്സ് പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. എക്സ് പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇനി ഇതിനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? എക്സ് പ്ലസ് ലോ കിട്ടിയല്ലോ.
ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് അല്ലേ. അപ്പൊ നമുക്ക് എന്തറിയാം, ലെറ്റ്സ് പുട്ട് x plus log x as a t. If x plus log x is t, when you differentiate 1 plus 1 by x dx is dt അല്ലെ. ഈ 1 plus 1 by x dx dt ആയി. സോ നമ്മുടെ ചോദ്യം മാറുന്നു ഇന്റഗ്രൽ ടി സ്ക്വയർ ഡി ടിയിലേക്ക് അല്ലെ. 1 plus 1 by x dx എന്ന് പറയുന്ന dt ആയി. സോ ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എക്സ് റേസ് ടു n plus 1 ഡിവൈഡഡ് ബൈ n plus 1 അല്ലേ. അതേ രീതിയിൽ സോ ടി എന്തായിരുന്നു നമ്മുടെ, ടി എന്ന് പറയുന്നത് എക്സ് പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു ഉത്തരം ഇവിടെ കിട്ടുകയുണ്ടായി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടുത്തെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചു. കാര്യം എല്ലാവർക്കും പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ചോദ്യം അല്ലായിരുന്നോ? ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടെ ചെയ്യാം, 33. അതിനുശേഷം നമുക്ക് ട്രിഗ്നോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റഗ്രേഷനിലേക്ക് മാത്രമായിട്ട് നമുക്ക് കിടക്കാം. അപ്പൊ നമുക്ക് 33ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 33ാമത്തെ ചോദ്യം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, 33ാമത്തെ ചോദ്യം പറയുന്നത് ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. സൈൻ സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സും കണ്ടു കഴിഞ്ഞാൽ മുകളിൽ എന്താ നമുക്കുള്ളത്, മുകളിലുള്ളത് ഡി എക്സ് എന്ന് പറയുന്ന 1 ഡി എക്സ് അല്ലേ. നമുക്ക് ഇവിടെ താഴെ സൈൻ സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സും ഉള്ളത് കൊണ്ട് മുകളിലുള്ള 1നെ എനിക്ക് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാവോ? എഴുതാമല്ലോ. 1ന് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാമല്ലോ. 1ന് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതുന്നതിൽ ആരും എന്നോട് ചെയ്യരുതെന്ന് പറയില്ലല്ലോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ വരുന്നതാണ്. നിങ്ങൾ ഇനിയും കുറെ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കും വന്നു തുടങ്ങും. ഓക്കെ, ഇതൊക്കെ ഞാനും നേരത്തെ കണ്ടിട്ടുള്ള ചോദ്യം ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത്. നിങ്ങളും കണ്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കിട്ടിത്തുടങ്ങും. ഡോണ്ട് വറി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഈ സൈൻ സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ബൈ കോസ് സ്ക്വയർ എക്സ് ആകും. പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ആകും ഡി എക്സ് അല്ലെ. ഈ 1 ബൈ കോസ് സ്ക്വയർ എക്സിനെ എനിക്ക് സീക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. 1 ബൈ സൈൻ സ്ക്വയർ എക്സിനെ എനിക്ക് കൊസീക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം ഡി എക്സ് അല്ലെ. ഇന്റഗ്രൽ ഓഫ് സീക് സ്ക്വയർ എക്സ് എന്താണ്, ടാൻ എക്സ് അല്ലെ. ഇന്റഗ്രൽ ഓഫ് കൊസീക് സ്ക്വയർ എക്സ് എന്താണ്, മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ഇത്രയല്ലേ ഉള്ളൂ ഉത്തരം. ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചല്ലോ. സാധിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു NCERT ഹെഡിങ് നോക്കുവാണെങ്കിൽ, ഓക്കെ, നമ്മൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 2-3 സെക്ഷനിൽ JEE ലെവലിലുള്ള ഈ 2 സെക്ഷന്റെയും ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റഗ്രേഷൻ യൂസിങ് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ്. ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ. ഇന്റഗ്രേഷൻ യൂസിങ് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ്. ഒന്ന് ക്വിക്ക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫോർമുലാസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ക്വിക്ക് ആയിട്ട് നമുക്ക് കുറച്ച് ഫോർമുലാസിന്റെയും കാര്യങ്ങൾ, നമ്മൾ ട്രിഗ്നോമെട്രിയുടെ വീഡിയോസ് എന്റേത് കണ്ടിട്ടില്ലാത്തവർ നന്നായിട്ട് ട്രിഗ്നോമെട്രിയുടെ വീഡിയോസ് കണ്ടിട്ട് വരിക. ഇത് ഫുൾ എന്ന് പറയുന്ന എന്റെ ഇന്റഗ്രേഷന്റെ നോട്ട്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത് JEEയുടെ ഇന്റഗ്രേഷന്റെ നോട്ട്സ് മാത്രമാണ്, NCERT കൂടാതെ. ഇതെല്ലാം നിങ്ങളെ നന്നായിട്ട് ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, നിങ്ങൾ എന്റെ കൂടെ ഇരുന്ന് നന്നായിട്ട് പഠിച്ചങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അത്രയും മാത്രമേ നിങ്ങളിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഈ ഒരു മൊമെന്റിൽ ആവശ്യപ്പെടുന്നുള്ളൂ. നമുക്കൊന്ന് ക്വിക്ക് ആയിട്ട് ഫോർമുലാസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, അത് മൈനസ് കോസ് എക്സ് പ്ലസ് സി ആണെന്ന് അറിയാം. ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, സൈൻ എക്സ് പ്ലസ് സി ആണെന്ന് അറിയാം. അതോടൊപ്പം തന്നെ ഇന്റഗ്രൽ ഓഫ് സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് പ്ലസ് സി ആണെന്നറിയാം. ഇന്റഗ്രൽ ഓഫ് കൊസീക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ആണെന്നറിയാം. അതോടൊപ്പം തന്നെ ഇന്റഗ്രൽ ഓഫ് സീക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് പറയുന്നത് സീക് എക്സ് പ്ലസ് സി ആണെന്ന് നമുക്ക് അറിയാം. അതോടൊപ്പം തന്നെ ഇന്റഗ്രൽ ഓഫ് കൊസീക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കൊസീക് എക്സ് പ്ലസ് സി ആണെന്നറിയാം. അതോടൊപ്പം തന്നെ നമ്മളിപ്പോ ഇന്റഗ്രൽ ഓഫ് കോട്ട് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി ആണ്. ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഡോണ്ട് വറി. സോ ഇന്റഗ്രൽ ഓഫ് കോട്ട് എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി ആണെന്ന് നമുക്കറിയാം.
ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി ആണ്. ഈ മൂന്ന് ഇന്റഗ്രേഷനും നമുക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടേക്കാം. ഓക്കെ 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 അപ്പൊ നമുക്ക് ആദ്യം അടുത്ത ചോദ്യങ്ങളായിട്ട് തന്നെ നമുക്കങ്ങ് ചെയ്യാം. 34ാമത്തെ ചോദ്യത്തിൽ നിന്ന് നമുക്കങ്ങ് തുടങ്ങാം. 34ാമത്തെ ചോദ്യം ഇതാണ്: ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ് ഡി എക്സ്. ഈ കോട്ടെക്സ് ഡി എക്സിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം? ഈ കോട്ടെക്സിനെ എനിക്ക് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാലോ. എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ലെറ്റ്സ് പുട്ട് സൈൻ എക്സ് എസ് എ ടി. സൈൻ എക്സ് ടി വന്നു കഴിഞ്ഞാൽ കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഡി ടി ആയിട്ട് വരില്ലേ? സോ ദിസ് കോസ് എക്സ് ഡി എക്സ് ഡി ടി ആയിട്ട് വന്നു, ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്ന് പറയുന്ന ടി ആയിട്ട് വന്നു. സോ ഇന്റഗ്രൽ ഡി ടി ബൈ ടി എന്ന് പറയുന്ന ലോഗ് മോഡ് ടി പ്ലസ് സി ആണ്. സോ ദിസ് ഇസ് ലോഗ് മോഡ് ടി എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് സി ആയിട്ട് നമുക്ക് വന്നു. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 35ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 35ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതൊന്നും ഡയറക്റ്റ് ആയിട്ട് നമുക്കുള്ള ഇന്റഗ്രൽ അല്ലല്ലോ, അതുകൊണ്ട് ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ഞങ്ങൾക്ക് അറിയണം അല്ലെ? അതുകൊണ്ടാണ് ഞാൻ ഇത് എല്ലാം നിങ്ങളെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോട്ടെക്സിന്റെ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് നമുക്ക് നോക്കാം. ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് ലോഗ് മോഡ് സീക്ക് എക്സ് ആണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ടാൻ എക്സിനെ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്ന് നമുക്ക് എഴുതാമല്ലോ. എഴുതാം. പുട്ട് കോസ് എക്സ് എസ് എ ടി. കോസ് എക്സ് ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നതല്ലേ ഡി ടി, ബിക്കോസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ് അല്ലെ? അപ്പൊ ഈ സൈൻ എക്സ് ഡി എക്സിനെ മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. അതായത് മൈനസ് ലോഗ് മോഡ് ടി പ്ലസ് സി എന്ന് എഴുതാം. സോ മൈനസ് ലോഗ് മോഡ് ടി സെയിം ആസ് ലോഗ് ഓഫ് ടി റേസ് ടു മൈനസ് വണ്ണും സെയിം അല്ലേ? പ്ലസ് സി. ദാറ്റ് ഇസ് ലോഗ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് റേസ് ടു മൈനസ് വൺ, അതായത് 1 ബൈ കോസ് എക്സ്. 1 ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് അല്ലേ? പ്ലസ് സി എന്ന് വരും അല്ലെ? ടി റേസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് കോസ് എക്സ് റേസ് ടു മൈനസ് വൺ. കോസ് എക്സ് റേസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് 1 ബൈ കോസ് എക്സ്. 1 ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ആണ്. സോ ദി ആൻസർ വിൽ ബി ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി അല്ലെ? അപ്പൊ ടാൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി ആണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതും കഴിഞ്ഞു. സോ ടാൻ എക്സ് കഴിഞ്ഞു, കോട്ടെക്സ് കഴിഞ്ഞു. 35 ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്ത 36ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇത് നേരത്തെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലേക്ക് എത്താനായിട്ട് കുറച്ച് പാടാണ്. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഈ സീക്ക് എക്സിനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ട് ചെയ്തെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ദിസ് ഇന്റഗ്രൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ലെറ്റ്സ് പുട്ട് ഡിനോമിനേറ്ററിലുള്ള സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സിനെ നമുക്ക് ടി എന്ന് വിളിക്കാം. സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സിനെ ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് അല്ലെ? പ്ലസ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ് അല്ലെ? ഡി എക്സ് എന്ന് പറയുന്ന ഡി ടി ആയിട്ട് വരും. ഇതിൽ രണ്ടിലും എന്ത് കോമൺ എടുക്കാം? നമുക്ക് സീക്ക് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് സീക്ക് എക്സ് നമുക്ക് കിട്ടി, ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആയിട്ട് നമുക്ക് കിട്ടി അല്ലെ? സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഡി ടി ആയിട്ട് കിട്ടി. ഈ ന്യൂമറേറ്ററിൽ നമുക്ക് ഡി ടി അല്ലേ ഉള്ളത്, ഡിവൈഡഡ് ബൈ ടി അല്ലേ ഉള്ളത്. സോ ഇന്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി എന്ന് പറയുന്നത് ലോഗ് മോഡ് ടി അല്ലേ? പ്ലസ് സി. അതിൻ്റെ അകത്ത് നമ്മുടെ ടി എന്തായിരുന്നു? സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി. അത്രേ ഉള്ളൂ. സോ ഫൈനൽ ആൻസർ വിൽ ബിക്കം ലോഗ് മോഡ് ഓഫ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി ആണ് ഈ ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഫോർമുലയും കൂടെ ഉള്ളത് ഇന്റഗ്രൽ ഓഫ് കൊസീക്ക് എക്സ് ഡി എക്സ് ആണ് അല്ലെ? ഇത് നിങ്ങളൊരു ഫോർമുല ഒന്ന് നിങ്ങൾ ഡിറൈവ് ചെയ്യുക. ആൻസർ എന്ന് പറയുന്നത് ലോഗ് മോഡ് കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി എന്നാണ്. ഓക്കെ, ലോഗ് മോഡ് കൊസീക്ക് എക്സ് പ്ലസ് കോട്ട് എക്സ്
പ്ലസ് സി എന്നുള്ളൊരു ഫോർമാറ്റിലാണ് നമുക്കിതിനെ കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ. എല്ലാവരും ഇതിനെ ഒന്ന് ഡിറൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ലോഗ് മോഡ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. അത് ഒരു നിങ്ങൾ സീക്സിന്റെ NCERT-യിലുണ്ട്, ഡെറിവേഷൻ ഡയറക്ട്ലി കൊടുത്തിട്ടുണ്ട്. കിട്ടാത്തവർ NCERT നോക്കിയും ചെയ്യാവുന്നതാണ്, അതിൽ പ്രശ്നമില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇപ്പൊ 36 ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്തത് 37ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. 37ാമത്തെ ചോദ്യം പറയുന്നത് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എക്സ് പ്ലസ് എ ഡി എക്സ്. സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എക്സ് പ്ലസ് എ ഡി എക്സ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്ററിലുള്ള എക്സ് പ്ലസ് എയെ ഞാൻ ടി എന്ന് വിളിച്ചു. അതായത് എക്സിനെ എനിക്ക് ടി മൈനസ് എ എന്ന് എഴുതാമല്ലോ. അപ്പം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആയിട്ട് വരും. കാരണം എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എന്തുണ്ടോ അതാണ് വേരിയബിൾ, ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് എ വരുമ്പോഴത്തേക്ക് എ വേരിയബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇവിടെ ഡിയുടെ കൂടെ കിടക്കുന്ന സാധനമാണ് വേരിയബിൾ. ഓക്കെ, സോ ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആയിട്ട് വന്നു. സോ ഇതിനെ നമുക്ക് സൈൻ ഓഫ് എക്സിനെ നമുക്ക് എന്താന്ന് എഴുതാം, ടി മൈനസ് എ എന്ന് എഴുതാം. ഡി എക്സ് ഡി ടി ആയി മാറി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എക്സ് പ്ലസ് എ എന്ന് പറയുന്ന ടി ആയി. ഇത്രയും കാര്യങ്ങളല്ലേ നമുക്ക് ഇതുവരെ ഉള്ളത് അല്ലെ. നമുക്ക് സൈൻ ഓഫ് എ മൈനസ് ബി ഫോർമുല എല്ലാവർക്കും ഓർമ്മയുണ്ടോ? സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞു വരുന്ന എല്ലാവർക്കും അറിയാലോ. അറിയാം, നമുക്ക് ട്രിഗ്നോമെട്രി ഒക്കെ നന്നായിട്ട് പഠിച്ചതാണ്. പഠിച്ചിട്ടില്ലാത്തവർ തിരിച്ചുപോയി പഠിക്കാവുന്നതുമാണ്. ഓക്കെ, സോ സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് കിട്ടുമെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ സൈൻ ഓഫ് ടി മൈനസ് എ സൈൻ ടി ഇൻറ്റു കോസ് എ മൈനസ് കോസ് ടി ഇൻറ്റു സൈൻ എ എന്ന് എഴുതാലോ. എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കോസ് എയും സൈൻ എയും എല്ലാം കോൺസ്റ്റന്റ്സ് തന്നെയാണല്ലോ. ഡിവൈഡഡ് ബൈ സൈൻ ടി ടൈംസ് ഓഫ് ഡി ടി എന്ന് എഴുതും. So this is equal to integral of sin t പോയി, so cos a dt minus integral of ഇതും cos t by sin a into cos t by sin t എന്ന് പറയുന്ന cot t അല്ലെ dt. So integral of cos a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് അല്ലെ. cos കോൺസ്റ്റന്റ് into integral of dt എന്ന് പറയുന്ന t വരും. മൈനസ് sin a എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആണ്. integral of cot x log mod sin x അല്ലേ. so log mod sin t plus സി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ലോഗ് മോഡ് സൈൻ ടി പ്ലസ് സി. സോ ദിസ് ഇസ് കോസ് എ ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്ക് എക്സ് പ്ലസ് എ എന്ന് പറയുന്നതാണ് ടി എന്ന് പറയുന്നത്. മൈനസ് സൈൻ എ ഇൻറ്റു ലോഗ് മോഡ് സൈൻ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, വീണ്ടും ടി എന്ന് പറയുന്നത് എക്സ് പ്ലസ് എ ആണ് പ്ലസ് സി. ഇതായിരിക്കണം നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഉത്തരമാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ 37 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് 38ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, 38ാമത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ ഓഫ് 2x പ്ലസ് 5 dx. ഓക്കെ, നിങ്ങൾ സൈൻ സ്ക്വയർ നിങ്ങളിപ്പോ ഓർക്കും, ഡയറക്ട്ലി ഓർക്കും എക്സ് റേസ് ടു n പ്ലസ് 1 ഫോർമുല വെച്ചൊക്കെ ചെയ്യാലോ. പറ്റില്ല, ഇന്റഗ്രേഷനിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇന്റഗ്രേഷനിലും മെത്തേഡ്സ് ലീനിയർ ഫംഗ്ഷനിൽ മാത്രം ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ലീനിയർ അല്ലാത്ത ഫംഗ്ഷൻ സൈൻ ലോഗ് ഇതിലൊന്നും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ. സൈൻ സ്ക്വയർ എക്സ് ഇസ് 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതിക്കൂടെ. എല്ലാവർക്കും അറിയാലോ ഈ ഒരു ഫോർമുല സൈൻ സ്ക്വയർ എക്സിനെ. അപ്പൊ സൈൻ സ്ക്വയർ ഓഫ് എക്സിന് പകരം 2x പ്ലസ് 5 ആണ്. ഇതിനെ നമുക്ക് 1 മൈനസ് കോസ് 2 ടൈംസ് ഓഫ് 2x പ്ലസ് 5 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എനിക്ക് എഴുതിക്കൂടെ. എഴുതാലോ. 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2. എക്സിന് പകരം 2x പ്ലസ് 5 ആണ്, അത് 2 ടൈംസ് ഓഫ് 2x പ്ലസ് 5 ആകും. സോ ദിസ് ഇസ് 1 മൈനസ് കോസ് 4x പ്ലസ് 10 whole divided by 2 dx എന്ന് നമുക്ക് എഴുതാലോ. So this is integral of dx divided by 2 minus integral of cos of 4x plus 10 whole divided by 2 dx എന്ന് നമുക്ക് എഴുതാം അല്ലെ. So integral of dx by 2 എന്ന് പറയുന്നത് x by 2 ആണ്, minus 1 by 2 times of അല്ലെ cos of 4x plus
10 എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമുക്കുള്ളത് അല്ലെ. സോ 1/2 ടൈംസ് ഓഫ് കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താണ് നമുക്കറിയാം. കോസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ ഓഫ് എക്സ് ആണ് ഡിവൈഡഡ് ബൈ, ഇതൊരു ഉള്ളിലുള്ളത് ഒരു ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ ദ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ്, അതായത് 4 പ്ലസ് സി. സോ ദിസ് ഇസ് ഈക്വൽ ടു x/2 minus 1/8 times of sine of 4x plus 10 plus c എന്നുള്ള ഒരു ഫൈനൽ ഉത്തരം കിട്ടും. സോ x/2 മൈനസ് സൈൻ ഓഫ് 4x plus 10 ഡിവൈഡഡ് ബൈ 8 പ്ലസ് സി എന്നുള്ളൊരു ഫൈനൽ ഉത്തരം. കാര്യം പിടികിട്ടില്ലേ? ട്രിഗ്നോമെട്രിക് ഇന്റഗ്രേഷൻ ഇത്രയേ ഉള്ളൂ. ട്രിഗ്നോമെട്രി ഫോർമുല അറിയുവാണെങ്കിൽ അറിയാവുന്ന ഒരു ലീനിയർ രീതിയിൽ സ്ക്വയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു ലീനിയർ രീതിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 38 ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്ത നമ്മളുടേത് 39ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഓക്കെ 39ാമത്തെ ചോദ്യം പറയുന്നത് ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് സൈൻ 3x ഇൻറ്റു കോസ് 4x dx. നമ്മൾ ട്രിഗ്നോമെട്രിയിൽ ഇതിനെയൊക്കെ ഇൻ ഡെപ്തിൽ ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ തന്നെയാണ് അല്ലെ. നമുക്കറിയാം 2 sin a കോസ് ബി എന്ന് പറയുന്നത് സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി ആണെന്ന് നമുക്കറിയാലോ അല്ലെ. 2 sin a കോസ് ബി എന്ന് പറയുന്നത് സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി ആണെന്ന് അറിയാം. ഇപ്പൊ ഇവിടെ സൈൻ എ കോസ് ബി ഫോം ആണ് നമുക്കുള്ളത് അല്ലെ. അപ്പം സൈൻ എ കോസ് ബിയെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 1/2 ടൈംസ് ഓഫ് സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി എന്നും എനിക്ക് എഴുതാമല്ലോ. എഴുതാം. അപ്പൊ ഈ സൈൻ എ കോസ് ബിയെ എനിക്ക് ഇന്റഗ്രൽ ഓഫ് 1/2 ടൈംസ് ഓഫ് സൈൻ ഓഫ് എ എന്ന് പറയുന്നത് 3x പ്ലസ് 4x പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി അതായത് 3x മൈനസ് 4x dx എന്ന് എനിക്ക് എഴുതാമല്ലോ. എഴുതാം. സോ ദിസ് ഇസ് ഇന്റഗ്രൽ ഓഫ് 1/2 ടൈംസ് ഓഫ് സൈൻ ഓഫ് 7x പ്ലസ് സൈൻ ഓഫ് മൈനസ് എക്സ് dx എന്ന് നമുക്ക് എഴുതാം അല്ലെ. എഴുതാലോ. എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/2 ടൈംസ് ഓഫ് 1/2 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. സോ ദിസ് ഇസ് മൈനസ് 1/2 ടൈംസ് ഓഫ് സൈൻ എക്സ്. ഇത് സൈൻ എക്സ് അല്ല, ഇത് സൈൻ 7x ആയിരുന്നേ അല്ലെ. 1/2 ടൈംസ് ഓഫ് സൈൻ 7x മൈനസ് 1/2 ടൈംസ് ഓഫ് സൈൻ എക്സ് dx എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് ഇസ് 1/2 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, മൈനസ് കോസ് എക്സ് മൈനസ് കോസ് ഓഫ് 7x ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് 7x വിച്ച് ഇസ് 7 അല്ലെ. പിന്നെ മൈനസ് 1/2 ടൈംസ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് അല്ലെ പ്ലസ് സി എന്ന് പറഞ്ഞു വരും. സോ ദിസ് ഇസ് മൈനസ് 1/14 ടൈംസ് ഓഫ് കോസ് ഓഫ് 7x. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആയി പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി മൈനസ് കോസ് ഓഫ് 7x ഡിവൈഡഡ് ബൈ 14 പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചു അല്ലെ. ഓക്കെ ഇൻട്രസ്റ്റിംഗ്. ഇപ്പോ നമ്മളിപ്പോ എത്ര ചോദ്യമായി, 39 ചോദ്യം. അടുത്തത് എന്നാ നമുക്ക് 40ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. 40ാമത്തെ ചോദ്യം പറയുന്നത് ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് sin 4x into sin 8x dx. നമുക്കറിയാം ഇതൊരു സൈൻ എ സൈൻ ബി ഫോം അല്ലേ. 2 sin a sin b എന്ന് പറയുന്നത് cos of a minus b മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. 2 sin a sin b എന്ന് പറയുന്നത് cos of a minus b മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി ആണ്. അപ്പോൾ sin a sin b എന്ന് പറയുന്നതിനെ എനിക്ക് 1/2 ടൈംസ് ഓഫ് cos of a minus b
മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് ഈസി ആയിട്ട് എഴുതാലോ, എഴുതാം. അപ്പൊ ഇതിനെ ഇന്റഗ്രൽ ഓഫ് 1/2 ടൈംസ് ഓഫ് കോസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്ന 4x മൈനസ് എ എന്ന് പറയുന്ന ഇതും ബി എന്ന് പറയുന്ന ഇതും അല്ലേ, 4x മൈനസ് 8x എന്ന് പറയുന്നത് മൈനസ് 4x മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് 4x പ്ലസ് 8x എന്ന് പറയുന്നത് 12x dx അല്ലെ. സോ ഇതിനെ ഇന്റഗ്രൽ ഓഫ് കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് തന്നെയാണല്ലോ, കോസ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ ദിസ് ഇസ് ഇന്റഗ്രൽ ഓഫ് 1/2 ടൈംസ് ഓഫ് കോസ് 4x മൈനസ് 1/2 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് കോസ് 12x dx. ഇത്രയും കാര്യം നമുക്കറിയാലോ, ഇത്രയും കാര്യം നമുക്ക് അറിയാമെങ്കിൽ സോ ദിസ് ഇസ് 1/2 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് കോസ്, ഇന്റഗ്രൽ ഓഫ് കോസ് എന്ന് പറയുന്ന സൈൻ അല്ലേ, സോ സൈൻ 4x ഡിവൈഡഡ് ബൈ 4 മൈനസ് 1/2 ടൈംസ് ഓഫ് കോസിന്റെ ഇന്റഗ്രൽ എന്താണ്, സൈൻ 12x ഡിവൈഡഡ് ബൈ 12 പ്ലസ് സി എന്ന് വരും. സോ ദിസ് ഇസ് സൈൻ 4x ഹോൾ ഡിവൈഡഡ് ബൈ 8 മൈനസ് സൈൻ 12x ഹോൾ ഡിവൈഡഡ് ബൈ 24 അല്ലെ, പ്ലസ് സി എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ഉത്തരത്തിലേക്ക് നമ്മൾ ഫൈനലി എത്തിപ്പെടുന്നതാണ്. ഇത്രയുള്ള കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ സൈൻ എ സൈൻ ബി, കോസ് എ കോസ് ബി, സൈൻ എ കോസ് ബി, കോസ് എ സൈൻ ബി എല്ലാം ഫോർമുലാസ് ട്രിഗ്നോമെട്രിയിൽ നമ്മൾ ഡീപ്പില് ഡെപ്തില് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതൊക്കെ ഒന്ന് വീണ്ടും റിവൈസ് ചെയ്തെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 41ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 41ാമത്തെ ചോദ്യം പറയുന്നത് ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് സൈൻ റേസ് ടു 4x dx എന്നാണ്. ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് സൈൻ റേസ് ടു 4x. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ഇന്റഗ്രൽ ആണ്. സൈൻ റേസ് ടു 4x എനിക്ക് സൈൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ dx എന്ന് എഴുതാമല്ലോ, എഴുതാം. സൈൻ റേസ് ടു 4x സൈൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ dx എന്ന് എഴുതാം. സൈൻ സ്ക്വയർ എക്സിനെ എനിക്ക് 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ അല്ലെ. സൈൻ സ്ക്വയർ എക്സിനെ 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാമല്ലോ, എഴുതാം. സോ ദിസ് ഇസ് ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/4 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് കോസ് 2x ദ ഹോൾ സ്ക്വയർ dx എന്ന് നമുക്ക് എഴുതാം അല്ലെ. സോ 1/4 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് കോസ് 2x ദ ഹോൾ സ്ക്വയർ dx എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/4 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന a സ്ക്വയർ എന്ന് പറയുന്ന 1 പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന കോസ് സ്ക്വയർ 2x മൈനസ് 2ab എന്ന് പറയുന്ന മൈനസ് 2 കോസ് 2x dx എന്ന് നമുക്ക് ഇന്റഗ്രലിൽ എഴുതാൻ പറ്റും. സോ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ so this is 1/4 times of integral of 1 plus cos square x നെ 1 plus cos 2x എന്ന് എഴുതിക്കൂടെ, ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. സോ cos square 2x നെ 1 plus cos 2 times of 2x അതായത് 4x ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാലോ, എല്ലാവർക്കും അറിയാലോ. സോ cos square x എന്ന് പറയുന്നത് 1 plus cos 2x ഡിവൈഡഡ് ബൈ 2 ആണ്. അങ്ങനെയാണെങ്കിൽ cos square 2x എന്ന് പറയുന്നത് 1 plus cos 2 times of 2x അതായത് 4x ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 times of cos 2x dx എന്ന് നമുക്ക് എഴുതാം അല്ലെ. സോ ദിസ് ഇസ് 1/4 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് 1 പ്ലസ് 1/2 പ്ലസ് cos 4x ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 ടൈംസ് ഓഫ് cos 2x dx. ഇത്രയും നമുക്കറിയാലോ. ദിസ് ഇസ് 1/4 ടൈംസ് ഓഫ് 1 പ്ലസ് 1/2 ന് നമുക്ക് 3/2 എന്ന് എഴുതാം അല്ലെ. 3/2 പ്ലസ് cos 4x ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 ടൈംസ് ഓഫ് cos 2x എല്ലാത്തിലും കൂടെ dx. സോ ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ 1/4 ടൈംസ് ഓഫ് ആദ്യം 3/2 ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്, എത്രയാണ് 3/2x എന്ന് വരും അല്ലെ. സോ ദിസ് ഇസ് 3/2x, ഇത് 3/2x എന്ന് വരും പ്ലസ് 1/2 ടൈംസ് ഓഫ് 1/2 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് കോസ് എന്ന് പറയുന്നത് എത്രയാണ്, ഇന്റഗ്രൽ ഓഫ് കോസ് എന്ന് പറയുന്നത് സൈൻ ആണ് അല്ലെ. സോ സൈൻ കോസ് 4x ഇന്റഗ്രൽ സൈൻ 4x അത്രയും മാത്രമേ ഉള്ളൂ, ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് 4x ആ 4 വരുമല്ലോ, ആ 4 വരും മൈനസ് 2 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് കോസ് എന്ന് പറയുന്നത് എഗെയിൻ എന്താണ്, സൈൻ. സോ സൈൻ 2x
ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് 2x എന്ന് പറയുന്ന 2 അല്ലെ? ഇത്രയും സാധനം പ്ലസ് സി അല്ലേ നമുക്ക് വരുന്നത്. സോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 3/8x വരുന്നുണ്ട്, പ്ലസ് ഇത് 1/32 ടൈംസ് ഓഫ് സൈൻ 4x വരുന്നുണ്ട് അല്ലെ? ഈ 2 ഓൾറെഡി വെട്ടിപ്പോയായിരുന്നു. സോ -1/4 ടൈംസ് ഓഫ് സൈൻ 2x വരുന്നുണ്ട്, പ്ലസ് സി ഒരുമിച്ചങ്ങ് ഇതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാമല്ലോ. സോ ദിസ് ഷുഡ് ബി യുവർ ഫൈനൽ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതെന്ന് പറയുന്നതും. ഓക്കെ, സോ സൈൻ റേസ്ഡ് 4x 41 ചോദ്യം കഴിഞ്ഞു. അപ്പൊ 42nd ചോദ്യം നമുക്ക് ഒരു ഡിഫറെന്റ് ചോദ്യത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 42nd ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ ഓഫ് cos 2x minus cos 2 alpha whole divided by ഇത് 2 alpha ആണ്, 2 alpha whole divided by cos x minus cos alpha dx. ഇതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ ചെയ്യും ഇത്? cos 2 തീറ്റയെ നമുക്ക് 2 cos square x minus 1 എന്ന് എഴുതാമല്ലോ. cos 2x is equal to 2 cos square x minus 1 minus of cos 2 alpha 2 cos square alpha minus 1 divided by cos x minus cos alpha എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാമല്ലോ. എല്ലാവരും ഫോർമുല എല്ലാം ഓർക്കണേ. cos 2x എന്ന് പറയുന്നത് 2 cos square x minus 1 ആണ് അല്ലെ? പിന്നെ 1 minus 2 sin square x എന്ന് പറയുന്ന ഫോർമുല ഉണ്ട്. മൊത്തത്തിൽ 4 ഫോർമുല ഇല്ലേ? cos square x minus sin square x എന്ന് പറയുന്ന ഫോർമുല ഉണ്ട്. എല്ലാ ഫോർമുലാസും അങ്ങനെ ഉണ്ട് അല്ലെ? അപ്പം ബ്രാക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ this will become 2 cos square x minus 1 minus 2 cos square alpha plus 1. ഈ minus 1 plus 1 വെട്ടിപ്പോയി, ഡിവൈഡഡ് ബൈ cos x minus cos alpha dx എന്ന് വരും. ഇതിന്റെ അകത്ത് ഏതാ വേരിയബിൾ? എക്സ് ആണ് വേരിയബിൾ, ആൽഫ കോൺസ്റ്റന്റ് ആണെന്ന് ഓർക്കുക. സോ ഇതിൽ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 2 into cos square x minus cos square alpha divided by cos x minus cos alpha dx എന്ന് നമുക്ക് എഴുതാം. a square minus b square എന്ന് പറയുന്ന a plus b into a minus b അല്ലേ? So this is integral 2 times of cos x plus cos alpha into cos x minus cos alpha എന്ന് നമുക്ക് കിട്ടി. cos x minus cos alpha divided by cos x minus cos alpha അല്ലെ dx എന്ന് കിട്ടുമല്ലോ. ഇത് വെട്ടിക്കളയാലോ. ഇപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? ചോദ്യം വെറും ഇന്റഗ്രൽ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈംസ് cos x ന്റെ ഇന്റഗ്രൽ എന്താണ്? sin x ആണ് അല്ലെ? പ്ലസ് cos ആൽഫയുടെ ഇന്റഗ്രൽ എന്താണ്? cos ആൽഫ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് വിൽ ബിക്കം cos ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് സി അല്ലെ? ബ്രാക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ 2 sin x പ്ലസ് 2 cos ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് സി എന്നുള്ളൊരു മനോഹരമായിട്ടുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ വളരെ ഈസി ആയിട്ട് 42ാമത്തെ ചോദ്യത്തിലും എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം ചോദ്യം 42 കഴിഞ്ഞു. അടുത്തത് നമുക്ക് 43ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 43ാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ാമത്തെ ചോദ്യം പറയുന്നത് ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് tan cube of 2x into sec of 2x dx. ഇതാണ് നമ്മുടെ ചോദ്യം. tan cube of 2x into sec of 2x dx. അപ്പം ഇതിന് നമ്മൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഇപ്പൊ ഞാനിപ്പോ ഒരു sec 2x ഇനെ t എന്ന് വിളിക്കുകയാണെങ്കിൽ sec x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec x tan x അല്ലെ? അതായത് sec 2x into tan 2x into ഡെറിവേറ്റീവ് ഓഫ് 2x, അതായത് 2 എന്ന് പറയുന്നത് dt ഡിവൈഡഡ് ബൈ dx എന്ന് വരും അല്ലെ? അതായത് ഈ നമുക്ക് tan cube 2x നെ tan square 2x into tan 2x എന്ന് എഴുതാമല്ലോ. എഴുതാം. ഇൻറ്റു sec 2x ഉണ്ട്, dx ഉണ്ട്. ഇത്രയും കാര്യമല്ലേ ഉള്ളത്. അപ്പൊ sec 2x into tan 2x എന്ന് പറയുന്നതിനെ ഈ dx ന് ഇപ്പുറത്തോട്ട് sec 2x into tan 2x into 2 എന്ന് പറയുന്നത് dt ഡിവൈഡഡ് ബൈ dx എന്നാണെന്ന് അറിയാം അല്ലെ? അതായത് ഈ sec 2x into tan 2x into dx ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി dt ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് എഴുതാലോ.
ഇവിടെ നമുക്ക് tan 2x into sec 2x dx ഇല്ലേ, അതിനെ dt divided by 2 എന്ന് എഴുതാം. So this is integral of tan square 2x into sec 2x into tan 2x dx നെ dt divided by 2 എന്ന് എഴുതാം. പക്ഷെ ഇപ്പോഴും ഇത് ടിയുടെ ഫോമിലേക്ക് ഇതിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അല്ലെ. പക്ഷെ നമുക്കറിയാം sec square x minus tan square x 1 ആണ്. അതായത് tan square x നെ sec square x, x ന് പകരം 2x ആണ് അല്ലെ. സോ sec square 2x minus 1 എന്ന് നമുക്ക് എഴുതാമല്ലോ, ഈസി ആയിട്ട് എഴുതാം, into dt divided by 2 എന്ന് എഴുതാം. ഈ sec 2x എന്ന് പറയുന്നത് t അല്ലേ, സോ ദിസ് ഇസ് t square minus 1 into dt divided by 2 എന്ന് എഴുതാം. കാരണം sec 2x നെയാണല്ലോ നമുക്ക് t എന്ന് വിളിച്ചിരുന്നത്. ഇപ്പൊ ഇത് വളരെ ഈസിലി ഇന്റഗ്രബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയില്ലേ, മാറിയെന്നാണ് എന്റെ ഒരു വിശ്വാസം. സോ ദിസ് ഇസ് ഇന്റഗ്രൽ ഓഫ് t square by 2 minus 1 by 2 dt അല്ലെ. സോ ഇന്റഗ്രൽ ഓഫ് t square by 2 നെ t cube divided by 3 into 2 6 ആയി മൈനസ് 1 by 2 ടൈംസ് ഓഫ് t പ്ലസ് c. ഇനി ടിയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. t എന്ന് പറയുന്നത് എന്തായിരുന്നു, sec 2x. സോ ദിസ് ഇസ് sec 2x the whole cube divided by 6 minus sec 2x divided by 2 plus c എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. സോ ദി ആൻസർ ഇസ് sec cube 2x, basically sec 2x whole cube എന്നാണ്, sec cube 2x divided by 6 minus sec 2x divided by 2 പ്ലസ് സി എന്ന് പറയുന്ന നല്ലൊരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ വീണ്ടും ഇതെല്ലാം നിങ്ങൾ ജെയുടെ ലെവലിലും എല്ലാം ഇന്റർമീഡിയറ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ ഇത് വീണ്ടും ചെയ്യുന്നതായിരിക്കും. പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ എല്ലാം സ്വന്തമായിട്ട് ഈ ഒരു ഉത്തരം കിട്ടി തുടങ്ങും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഞാനുണ്ട്. നമ്മൾ ഇതുവരെ 350 ചോദ്യത്തിന്റെ ടാർഗറ്റിൽ 50 ചോദ്യം പോലും എത്തിയിട്ടില്ല. ഓക്കെ, 300 ചോദ്യമായിട്ട് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ 43ാമത്തെ ചോദ്യം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 44ലേക്ക് കിടക്കാം അല്ലെ. 44 വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം എന്നാണ്. ചോദ്യം പറയുന്നത് ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് tan raised to 4x dx. tan raised to 4x dx. ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഈ tan raised to 4x നെ എനിക്ക് tan square x into tan square x എന്ന് എഴുതാലോ, dx എന്ന് എഴുതാം അല്ലെ. ഈ tan square x നെ ഞാൻ sec square x minus 1 എന്ന് എഴുതിയാലോ, into tan square x dx എന്ന് എഴുതാലോ. ഈ ഒരു tan square x നെ ഇവിടെ തന്നെ വെച്ച് ഒരു tan square x നെ sec square x minus 1 എന്ന് എഴുതി. ബ്രാക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ sec square x into tan square x minus tan square x dx എന്ന് വന്നു. ഓക്കെ, സോ sec square x into tan square x minus tan square x into dx എന്ന് വന്നു. ഇതല്ലേ നമുക്ക് വന്നേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. സോ ഈ sec square x into tan square x ഇവിടെ നിൽക്കട്ടെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് tan square x നെ എനിക്ക് sec square x minus tan square x 1 ആണ്. അപ്പൊ tan square x നെ sec square x minus 1 dx എന്ന് എനിക്ക് എഴുതാലോ. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ ഇല്ലയോ? പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഇന്റഗ്രലിനെയും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കാം. അതല്ലേ നമുക്ക് ചെയ്യാനായിട്ടുള്ള. ആദ്യത്തതില് ഞാൻ എന്ത് ചെയ്യുന്നത്, പുട്ട് tan x t എന്നിട്ട് കഴിഞ്ഞാൽ sec square x dx എന്ന് പറയുന്നത് എന്താണ്, dt എന്ന് പറയുന്നത്. ഈ ഇതില് ഈ I1 ഞാൻ ഇതിന് ഫസ്റ്റ് ഇന്റഗ്രലും ഇതിനെ സെക്കൻഡ് ഇന്റഗ്രലും I1 ഉം I2 എന്ന് വിളിക്കാം. അപ്പൊ ഇതിനെ ഈ sec square x dx dt യും tan x tq ആണെങ്കിൽ ഇത് t square dt എന്ന് നമുക്ക് കിട്ടിയില്ലേ, കിട്ടി. ദിസ് ഇസ് t square dt മൈനസ് ഇന്റഗ്രൽ ഓഫ് sec square x tan x ആണെന്നറിയാം. tan x ന്റെ ഡെറിവേറ്റീവ് ആണല്ലോ sec square x. മൈനസും കൂടെ പ്ലസ് ആയി മാറി ഇന്റഗ്രൽ ഓഫ് 1 dx എന്ന് പറയുന്നത് x ആണെന്നറിയാം അല്ലെ. പ്ലസ് c ഉണ്ട്. ഇന്റഗ്രൽ ഓഫ് t സ്ക്വയർ എന്ന് പറയുന്നത് t ക്യൂബ് ഡിവൈഡഡ് ബൈ 3 മൈനസ് tan x പ്ലസ് എക്സ് പ്ലസ് c എന്ന് കിട്ടും. t എന്ന് പറയുന്നത് എത്രയാണ്, tan x ആണ് അല്ലെ. സോ ദിസ് ഇസ് tan ക്യൂബ് x ഡിവൈഡഡ് ബൈ 3 മൈനസ് tan x പ്ലസ് എക്സ് പ്ലസ് c എന്നുള്ളൊരു ഫൈനൽ ഉത്തരം നമുക്ക് ഇതിലേക്ക് കിട്ടി അല്ലെ. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി tan ക്യൂബ് x ഡിവൈഡഡ് ബൈ 3 മൈനസ് tan x പ്ലസ് എക്സ് പ്ലസ് c. ഭയങ്കര
ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയുണ്ടായി. സോ എല്ലാവർക്കും തന്നെ ഈ ചോദ്യം നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇത് 44ാമത്തെ ചോദ്യമായിരുന്നു. അടുത്തത് നമുക്ക് ഈ സെഷനിലെ ഒരു ഫൈനൽ 45ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാനായിട്ട് നോക്കാം. സോ 45ാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് തീരുമാനിച്ചിട്ട് ആ ചോദ്യം ഒന്ന് ചെയ്യാം. 45ാമത്തെ ചോദ്യം. ഓക്കെ, സോ 45ാമത്തെ ചോദ്യം പറയുന്നത് find integral of 1 divided by sin x into cos cube x dx. ഇതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. So the ചോദ്യം is 1 divided by sin x into cos cube x dx അല്ലെ. സോ ഇതിന് നമ്മൾ എന്താ ചെയ്യുന്ന 1 by sin x into cos cube x into ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ കോസിനെ സീക്ക് ആണെങ്കിൽ നമുക്ക് സീക്ക് വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ കണ്ടു, എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റും. ഇതിന് നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ? ഇതിനെ ഇന്റഗ്രൽ ഓഫ് 1 by cos cube x നെ സി ക്യൂബ് എക്സ് എന്ന് എഴുതാം അല്ലെ, ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഡി എക്സ് എന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാനായിട്ട് സാധിക്കും അല്ലെ. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇനി സി ക്യൂബ് എക്സ് ഇനി ഞാൻ സീക്ക് റേസ് ടു 4x ആക്കാനായിട്ട് ശ്രമിക്കാം. കാരണം എന്താ? കാരണം സീക്ക് സ്ക്വയർ എക്സിനാണല്ലോ 1 സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഒക്കെ ഉള്ളത്. അപ്പൊ സീക്ക് സ്ക്വയർ എക്സിനെ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്നൊക്കെ എഴുതി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ അന്നേരം ഞാൻ ഒരു സീക്ക് എക്സും കൂടെ വെച്ചിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ചെയ്യാലോ? ഈസി ആയിട്ട് ചെയ്യാം അല്ലെ. സോ ദിസ് ഇസ് ഇന്റഗ്രൽ ഓഫ് സീക്ക് റേസ് ടു 4x dx ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ്, അതായത് സൈൻ എക്സ് ബൈ കോസ് എക്സ് അല്ലേ, അതിനെ നമുക്ക് ടാൻ എക്സ് എന്ന് എഴുതാം, ഡി എക്സ് എന്ന് എഴുതാം അല്ലെ. ഈ സീക്ക് റേസ് ടു 4x-നെ ഞാൻ ഇനിയൊരു കളിയങ്ങ് കളിക്കാൻ പോവാണ്. ഇതിനെ ഞാൻ സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പോവാണ്, ഡിവൈഡഡ് ബൈ ടാൻ എക്സ്. അപ്പൊ നമുക്കൊരു കളി ഏകദേശം പിടികിട്ടി അല്ലെ. ടാനിന്റെ ഡെറിവേറ്റീവ് ആണല്ലോ സീക്ക് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു സീക്ക് സ്ക്വയർ എക്സിനെ, സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് 1 ആയതുകൊണ്ട് ഒരു സീക്ക് സ്ക്വയർ എക്സിനെ ഞാൻ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് എഴുതി, മറ്റേ സീക്ക് സ്ക്വയർ എക്സിനെ അവിടെ തന്നെ വെച്ചു, താഴത്ത് ടാൻ എക്സിനെ അവിടെ തന്നെ വെച്ചു അല്ലെ. അപ്പൊ ഞാൻ ടാൻ എക്സിനെ ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സിനെ ഡി ടി എന്നും ഈസി ആയിട്ട് വിളിക്കാമല്ലോ. കാര്യം പിടിയിട്ടില്ലേ? ഓക്കെ, ഇത്രയും വിളിക്കാമെങ്കിൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സിനെ ഡി ടി എന്ന് നമുക്ക് ഈസി ആയിട്ട് വിളിക്കാമെങ്കിൽ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സിനെ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സിനെ 1 പ്ലസ് ടി സ്ക്വയർ എന്ന് വിളിച്ചു, 1 പ്ലസ് ടി സ്ക്വയർ എന്ന് വിളിച്ചു. സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സിനെ ഡി ടി എന്ന് വിളിച്ചു, സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സിനെ ഡി ടി എന്ന് വിളിച്ചു, ഡിവൈഡഡ് ബൈ ടി ആക്കി മാറ്റി അല്ലെ. സോ ദിസ് വിൽ ബിക്കം 1 പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സിനെ ഡി ടി ഡിവൈഡഡ് ബൈ ടി ആക്കി മാറ്റി. സോ ദിസ് ഇസ് ഇന്റഗ്രൽ 1 ബൈ ടി പ്ലസ് ടി ഡി ടി എന്ന് നമുക്ക് കിട്ടി അല്ലെ. സോ ദിസ് ഇസ് ഇന്റഗ്രൽ 1 ബൈ ടി പ്ലസ് ടി ഡി ടി എന്ന് കിട്ടി. ഇന്റഗ്രൽ 1 ബൈ ടി എന്ന് പറയുന്നത് ലോഗ് മോഡ് ടി ആണ്, പ്ലസ് ഇന്റഗ്രൽ ടി എന്ന് പറയുന്നത് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്, പ്ലസ് സി എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റി. ഇതിന്റെ അകത്ത് ടി എന്തായിരുന്നു നമ്മൾ എടുത്തിരുന്ന? ടി എന്ന് പറയുന്ന ടാൻ എക്സ് ആയിരുന്നു അല്ലെ. സോ ദിസ് ഇസ് ലോഗ് മോഡ് ടി എന്ന് പറയുന്നത് ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് നല്ല നല്ല ചോദ്യങ്ങൾ ചെയ്തു, എല്ലാത്തിലും മനസ്സിലായി നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ എല്ലായിടത്തും യൂസ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ. അപ്പൊ NCERT-യിൽ നിന്നുള്ള കുറച്ച് ബേസിക് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഞാൻ ചെയ്തിട്ടില്ലാത്ത ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓരോ ചോദ്യവും ഓരോ രീതിയിലാണ്. NCERT-യിൽ വളരെ നല്ല ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷന്റെയും ഇന്റഗ്രേഷൻ യൂസിങ് ട്രിഗ്നോമെട്രിയുടെ എല്ലാം കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ലെവലിലുള്ള ലെവലിൽ കളിക്കാനായിട്ട് നമുക്ക് നോക്കാം. സോ അവിടേക്ക് നമുക്ക് കാണാം. അപ്പം വീണ്ടും കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിൽ മീറ്റ് അഗെയിൻ. ബൈ ബൈ. ഹാവ് എ നൈസ് ടൈം മൈ ഡിയർ ഫ്രണ്ട്സ്. ബൈ.